ഫുഡ് കഴിക്കാം. അമ്മേ എന്നടാ നിമിഷ അങ്ങനെ ആ ദിവസം വന്നെത്തി. മോവിനെ ഇറങ്ങേണ്ട ദിവസമായിട്ടോ. എനിക്കിപ്പോ ഓർമ്മ വരുന്ന എന്താ അറിയോ, കുബേരൻ സിനിമയിലെ ദിലീപ് കുബേരൻ സിനിമയിലെ ദിലീപ് ഇറങ്ങി പോയില്ല കൊട്ടാരത്തിൽ നിന്ന്. അതുപോലെ ഞങ്ങൾ ഇന്ന് നമ്മുടെ കോവലൂർ റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. അതെ 6 മണിക്ക് ശരിക്കുള്ള മുതലാളിമാര് വരും എന്ന് പറഞ്ഞാല് നല്ല രസമായിരുന്നു. അടിപൊളി സ്റ്റേ ആയിരുന്നു. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങും അല്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കിടിലൻ സംഭവം കാണിച്ചു തരട്ടെ. നിങ്ങൾ ഇതിന് മുന്നേ നമ്മുടെ വീഡിയോ കണ്ടു കാണും. ഈ ബ്രിഡ്ജ് കണ്ടോ, അടിപൊളി. അമ്മ എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയല്ലേ. നമ്മുടെ ഡ്രീം ക്യാച്ചറിൽ ഇതുപോലെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, നമ്മൾ ഓർക്കുന്നില്ലേ? ഡ്രീം ക്യാച്ചറിലുള്ള തൂക്കുപാലം അത് ശരിയാ, സ്വിങ് ആട്ടോ, ശരിക്കും തൂക്കുപാലമാണ്. പക്ഷെ ഇത് നല്ല സൂപ്പർ ഒരു ബ്രിഡ്ജ് നമ്മുടെ പൂളിലേക്ക് പോകാനായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കിച്ചണിൽ നിന്ന് നേരെ പൂൾ സൈഡിലേക്ക് കേട്ടോ അമ്മേ. അതുപോലെ തന്നെ ഭാവിയിൽ ഇവര് സ്പായും ജിംനേഷ്യവും അങ്ങനെ കുറെ പരിപാടികൾ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇവര് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസം ആയുള്ളൂ കേട്ടോ. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലമുണ്ട്. അതുപോലെ ഇന്നലത്തെ ക്യാമ്പ് ഫയറിംഗ് നമ്മൾ ഓർക്കുന്നില്ലേ? ക്യാമ്പ് ഫയറിംഗ് നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ജസ്റ്റ് തൊട്ടടുത്ത് തന്നെ. പക്ഷെ എന്നാൽ ഈ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലാണ്. നല്ല ഓപ്പൺ എയറിലായിരുന്നു. സൗണ്ട് ഒന്നും ഇവിടെ കേൾക്കൂല. പക്ഷെ അവിടെ ഒരു നമ്മുടേതായിട്ടുള്ള ലോകത്ത് നമുക്ക് നല്ല സൂപ്പറായിട്ട് ക്യാമ്പ് ഫയർ ചെയ്യാം കേട്ടോ. ഭയങ്കരമായിട്ട് ഞങ്ങൾ ഇന്നലെ ഭയങ്കര ഡാൻസ് കളിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തല്ലേ. ഫ്ലോറിലെ ടൈല് കണ്ടോ അമ്മേ? കാർപ്പറ്റ് പോലെ അല്ലേ, പക്ഷെ എന്നെ ഭംഗിയെന്ന് അറിയാമോ അല്ലേ? തീർച്ചയായിട്ടും. ചായ കേട്ടോ. നിമിഷം നിനക്ക് കോഫിയാണോ? ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ. ഞാനും എന്നാ കോഫി കുടിക്കാൻ പോവാ. എനിക്ക് കോഫി നേരത്തെ പറഞ്ഞു നിമിഷക്കുള്ള കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരു ഇത് മൊത്തം നിമിഷക്കോ ഇതുണ്ടോ? അത് നമ്മൾ 4 പേർക്കും ഇത് ഒരാളിനും നിമിഷിക്കുക. അതെങ്ങനെ ശരിയാവും? ഇത് മൊന്തല്ലേ, ഇത് കലത്തിനകത്ത് നിനക്കുണ്ട്. ചട്നി സാമ്പാർ വന്നേ. ഈ ചട്നിക്കകത്ത് അവര് ഇത് കണ്ടോ അമ്മേ, വറുത്തിടുന്ന കണ്ടോ, വറുത്ത ഉള്ളി ഇട്ടേക്കണോ മേളിൽ അല്ലേ? സൂപ്പർ തന്നെ. ചാത്തന് ഉപ്പുമാ പറഞ്ഞിട്ട് ഇവിടെ പിന്നെ ഒരു പോർഷൻ പറഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ കേട്ടോ അല്ലേ. നല്ല പോർഷൻ ഉണ്ട്. ഇപ്പൊ അമ്മയുടെ ബട്ടൂര് വരും കേട്ടോ, അന്നേരം നോക്കിയോ. ഞങ്ങളെല്ലാവരും ഇപ്പം അതിനകത്ത് കഴിട്ട് പറഞ്ഞാളാം. ഗ്രീൻ പീസ് കറി, കടലക്കറി. നിമിഷ ദോശ കൊടുത്തോളൂ. ദോശ വയ്ക്കുന്നില്ലേ നിമിഷ? രണ്ടുപേരും അങ്ങനെ അമ്മയുടെ അമ്മ ഇട്ടമ്മ നല്ല കുഞ്ഞു പൂരി അല്ലേ? എല്ലാരും ആരൊക്കെ എന്റെ പൂരിയോട്ട് നോക്കിയിരിക്കുന്നവര്? ഞങ്ങളെല്ലാവരും. ഓംലെറ്റ് അമ്മയ്ക്ക് നമ്മുടെ മസാല ഓംലെറ്റ് ആണ്. അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഡീലക്സ് റൂമും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ ഡീലക്സ് റൂം. നല്ലൊരു ബാത്റൂമും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ബാൽക്കണിയുണ്ട് പുറത്തേക്ക്, നേരത്തെ പോലെ തന്നെ. പക്ഷേ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലായതുകൊണ്ട് നമ്മുടെ ഈ കോർട്ട്യാർഡിൻ്റെ ഒരു വ്യൂവും എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ അവരുടെ ഫാമിലി റൂം. നമുക്ക് വേണ്ടിയിട്ട് അവർ ജസ്റ്റ് ഒന്ന് തുറന്നിട്ടോ കേട്ടോ. ലൈറ്റൊക്കെ ഓണേ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വിൻഡോ തുറക്കുമ്പോഴുള്ള വ്യൂ, മൗണ്ടൻ്റെ ഫുൾ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിങ്ങൾ ഫാമിലി ആയിട്ട് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അതുപോലെ ടോയ്ലറ്റ്, നല്ലൊരു ടോയ്ലറ്റും ഉണ്ട് കേട്ടോ. വെറ്റ് ഏരിയ, സെപ്പറേറ്റ് വെറ്റ് ഏരിയയും ഷവറും ഒക്കെ ആയിട്ട് നല്ലൊരു ടോയ്ലറ്റും ഉണ്ട്. പിന്നെ ഇത് നേരെ കാണുന്ന ഒരു കോട്ടേജാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു കോട്ടേജ് സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് കേട്ടോ. സെയിം നമ്മുടെ വ്യൂസ് എല്ലാം അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു കോട്ടേജ് താമസിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. കഴിച്ചൊക്കെ കഴിഞ്ഞോ എല്ലാവരും? കഴിച്ചു കഴിഞ്ഞ് ഇരിപ്പായി. അമ്മയും മോനും നിലത്തിരിക്കുന്നേ വെറുതെ ഇതേ റീവ് അവിടെ ചെരുപ്പൊക്കെ വരുന്നത് അത് കണ്ടോണ്ടിരുന്നാടാ. ആണോ? അവരെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നീറ്റല്ലേ ചാച്ചാ? പോണ്ട നമുക്ക്. പോറായി. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങിയാണ്. ബൈക്കുകളൊക്കെ എടുത്ത് വണ്ടി എടുത്ത് വെച്ചു കേട്ടോ. ബാ വയ്യേ ഇറങ്ങിക്കോ. അപ്പുറമേ പാക്കല. നിമിഷ ഫീഡ്ബാക്ക് എഴുതാണ് കേട്ടോ. നിമിഷ എന്താ നിനക്ക് എഴുതാനുള്ളത്? മനസ്സിലാവുന്ന രീതിയിൽ എഴുതണം കേട്ടോ നിമിഷ. വായിച്ചും കൂടെ കൊടുക്കാം.
അങ്ങനെ ഫീഡ്ബാക്ക് ഒക്കെ എഴുതി കേട്ടോ. ഞങ്ങൾ വൈകി ഇറങ്ങുകയാണ്. അതെ, എല്ലാവർക്കും താങ്ക്സ് കേട്ടോ ചേട്ടാ. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇനി ഞങ്ങൾ വരും, ഉറപ്പായിട്ടും വരും. ബോവിൻ സാറേനെയും സാറുടെ അമ്മ റീറ്റേനെയൊക്കെ കൂട്ടി ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഉടനെ തന്നെ. അപ്പം അതെ, നമുക്ക് പയ്യൊന്ന് ഇറങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്. റീവ് എവിടെ ഇരിക്കുന്നേ? പേരപ്പൻ്റെ കൂടെ ഉറങ്ങുവാ. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഹണി മ്യൂസിയത്തിൽ വന്നതാണ് കേട്ടോ. മ്യൂസിയത്തിൽ കയറാൻ സാധ്യത കുറവാണ്. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ. അതെല്ലേ? ഓ ശരി. ഹണിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതേനാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വളരെ ബെസ്റ്റ് ഹണിയാണ്. കുട്ടികൾക്ക് ഓ വലിയ ആൾക്കാർ വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവരൊക്കെ യൂസ് ചെയ്യുന്നത്. അതെല്ലേ? അത് എന്നെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞാട്ടോ. കണ്ട ഗാർലിക് ഹണി. ഗാർലിക് ഡ്രൈ ആക്കിയിട്ട് ഹണിയിൽ ഡിപ്പ് ചെയ്ത് വെക്കും. ഓക്കെ 45 ദിവസം ഡിപ്പ് ചെയ്ത് വെച്ചേക്കും. അതിന് എത്ര വില? 420. അതെന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് ലോസിനും പിന്നെ ഫേസ് ഗ്ലോയിങ്, ഗ്യാസ് പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഗാർലിക് ഹണി. ഓ അതുപോലെ തന്നെ ഇവിടെ കുറെ ക്രാഫ്റ്റുകളുണ്ട് കേട്ടോ. അതുപോലെ മുട്ടായി ഉണ്ട്, നാരങ്ങ മിഠായി. ഇതെന്തോ ഒരു ഹണിയുടെ മുട്ടായാണ്. എന്ത് രസമാണ്. വട്ടവട ഹണി, ചെപ്പ്. നമ്മുടെ പണ്ടത്തെ മിറ സാധനം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ ഓറഞ്ച് ഓർക്കുന്നുണ്ടോ ഈ മുട്ടായി? താറാവ് പുളിമുട്ടായി. അമ്മ ഇവിടെ വന്നപ്പോ തൊട്ട് ചൊറിച്ചിൽ തുടങ്ങി. എന്റെ പുറം ചെയ്യമ്മേ. പുളിമിഠായി നീയാണ് ഇവിടെ കാണിക്കുന്ന ആള്. കാണിക്കാൻ വേറെ ആളുണ്ട് കേട്ടോ. ഇവള് ഓരോ സാധനം കൊണ്ടുവന്നിട്ട് ഇത് കണ്ടോ നമ്മള് അത് കണ്ടു. ആഹാ നല്ല സുഖം. അമ്മ എന്നെ പുറം മസാജ് ചെയ്ത് തന്നോണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇത്ര സാധനം എടുത്തു കേട്ടോ. ഒരു തേൻനെല്ലിക്ക എടുത്തു. അത് ഞാൻ കുറേ നാൾ കഴിക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അത് നമ്മുടെ ഹണി മാംഗോ, ഡ്രൈ ഫ്രൂട്ട്, പിന്നെ 2 ചെറുതേനും എടുത്തു കേട്ടോ. സോ ക്യൂട്ട്. ബോവിന് ഇത് കണ്ടോടാ, ഫിംഗർ മസാജ് കൊള്ളാല്ലേ? എടി ഫിംഗർ മസാജ് കണ്ടോ? നിന്റെ വിരൽ കാണിക്കേ. വിരൽ എൻ്റെ അകത്തേക്ക് ഇട്. ഒരെണ്ണം ഇട്. നിന്റെ 2 വിരലും ഇടാം. നല്ലല്ലേ? പപ്പടം പോലെ ഇരിക്കുന്നല്ലേ? ഏതാ പൂവല്ലേ? മുള്ളാണടി അത്? മുള്ളൊന്നുമില്ല, സോഫ്റ്റാ. ഓ ഇത് കൊള്ളാട്ടോ. ആദ്യമായിട്ട്. ഓ സൂര്യകാന്തി പൂവ്. സൺഫ്ലവർ. സണ്ണിനെ നോക്കി നിൽക്കുന്ന ഫ്ലവർ ഉണ്ടോ മിറ? സ്ട്രോബെറി ജാമൊക്കെ ഉണ്ട് കേട്ടോ. മേടിക്കുന്നുണ്ടോ അച്ഛനേലും? എന്നെ ഇഷ്ടപ്പെട്ടോ? ഞങ്ങളപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു ഗാർഡൻ പോലെയുണ്ട്. അതും കൂടെ കണ്ടേക്കാം അല്ലേ നിമിഷേനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? പോയി പൂ കണ്ടി ഞാൻ ഫോട്ടോ എടുക്കണം. അതെ, ഫോട്ടോ എടുക്കണം. നമുക്ക് കാണണം. പൂക്കൾ പറിക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹായ് കൊള്ളാലോ. ഹായ് നല്ല രസം. ഇത് ഒരു വഴി ഉണ്ടാക്കി വെച്ചേക്കുന്നു പൂക്കളും കൊണ്ട്. പൂവുക്കൾ ഒളിന്തിരിക്കും. നല്ല 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 രസം കൊള്ളാം. ഊട്ടി ഫ്ലവർ അല്ലേ നിമിഷം? അത് പറിക്കരുതെന്ന് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ടല്ലേ? പറിക്കാതെ നീ പറിക്കരുത് കേട്ടോ. എണീച്ചോ? അമ്മയുടെ കയ്യിലുണ്ട്. എണീച്ചോ? എവിടെയും തൊടാതെ നിക്കോ? അവനാ എക്സ്പേർട്ടാ. ഡ്രൈവർ ഇനി വണ്ടി നേരെ തൊടുപുഴയ്ക്ക് വിട്ടോട്ടോ. മടുത്തു. ഇനി പരിപാടികളൊന്നുമില്ല. ഇന്ന് ഫുൾ റെസ്റ്റ്. കുതിര അവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടില് അടുത്ത ദിവസത്തെ ഒരു വെള്ളക്കുതിര ഉണ്ടോ?
ഈ പൂവിന് എന്നാ പറയുന്നത് ഡാഫോഡിലോ അല്ല ആ മഞ്ഞ കളറാണ്. കോളാമ്പി പൂ അല്ലേ? ആ ട്രംപറ്റ് അല്ലേ? നമ്മുടെ നാട്ടില് കോളാമ്പി മഞ്ഞ കളറല്ലേ? ഞങ്ങളപ്പോൾ പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ചാച്ചൻ ഞങ്ങളെ ഇവിടെ വിട്ടേക്കുവാണ് കേട്ടോ. ചാച്ചന് ഡ്രൈവ് സീറ്റ് കയറിയിരിക്കുന്നുണ്ട്, നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ലടാ പോവി വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ പ്രാവശ്യം എന്ന് പറയുന്നു. അവിടെ ചിലർ എന്തെങ്കിലും കണ്ടാൽ മതി. അവിടെ വരെ വണ്ടി പോകത്തുള്ളൂ. ഞങ്ങള് പയ്യതുകൊണ്ട് അവിടെ ഇച്ചിരി നടക്കണേ. അമ്മയും പിള്ളേരും വണ്ടിയിലുണ്ട് കേട്ടോ, ചാച്ചനും അല്ലേ? ആ മോനെ സൂപ്പർ ഒരു വ്യൂ പോയിന്റ് ആട്ടോ. ആ അതിലേയും പോവാട്ടോ. അതിലേ പോയാൽ കുറച്ചും കൂടെ അറ്റത്തില്ല അല്ലേ? താഴെ കാറ്റാടിപ്പാടം ഇത് കണ്ടു കേട്ടോ. കാറ്റാടി ഇത് കറണ്ട് ഉണ്ടാക്കുന്ന വിൻഡ് ഫാം. നേരെ വെള്ള പോസ്റ്റ് കണ്ടുപിടി അവിടെ. ശരിയാ. 18 പടി കയറണം. ഓ ഇത് തമിഴ്നാടിന്റെ സ്ഥലം കേട്ടോ. വാച്ച് ടവർ എൻട്രി 20 രൂപ ഫീസ് കൊടുക്കണം. ഓരോ ഇത് എന്തെങ്കിലും നഷ്ടമായി പോയല്ലേ അല്ലേ? അല്ലേ? ബോവിനെ ഞാൻ പറഞ്ഞില്ലേ ചാച്ചൻ വരുമെന്നോ. ഇത് എന്നാ ചാച്ച എന്നാ ഇതൊന്നും കാണാനില്ലല്ലോ ഇവിടെ. ഒരു സാധനം കാണാനില്ല. സൂപ്പർ ആയിരുന്നു ചാച്ചാ, സൂപ്പർ ആയിരുന്നു. വെറുതെ പറയുന്നത് അടിപൊളിയായിരുന്നു. കൊരങ്ങോ? അടിപൊളിയല്ലേ? അപ്പം നിമിഷയ്ക്ക് പതിവ് പോലെ അല്ലടി വൊമിറ്റിംഗ് ടെൻഡൻസി, അതിന് ഞങ്ങൾ പരിഹാരം കണ്ടെത്തിയേക്കണം കേട്ടോ. അതെന്നാ പോവാൻ കൊങ്ങിണിയുടെ പൂവേണമെന്നില്ല, ഇല പറിച്ച് കൊങ്ങിണിയാന്ന് പറഞ്ഞോണ്ട് 3-4 സാധനം ഓൾറെഡി പറിച്ചു കേട്ടോ. അതൊക്കെ കാട്ടുവെള്ളയായിരുന്നു. കാട്ടുവെള്ളയായിരുന്നു. അവസാനം ഞങ്ങൾക്ക് കൊങ്ങിണിപ്പൂ കിട്ടി. നിമിഷം അത് മണക്കുമ്പോ വല്ല ഗുണമുണ്ടോ? കുഴപ്പമില്ല. പേരക്കയുടെ ഒക്കെ വേണം അല്ലേ? ആണോ? എന്നാ സംഭവം? ഐസ് ടീയാ? എന്ത് ടീ ആണെന്നിടത്തില്ല, എല്ലാരും നിമിഷമൊക്കെ കൊണ്ടേ കൊടുക്കുന്നുള്ളൂ. ഞങ്ങളെ ആരും കാണുന്നില്ല. ഒന്ന് ഛർദിച്ചാൽ എല്ലാരും ശ്രദ്ധിക്കുള്ളൂ. ആ ഇത് മേടിച്ചു. സ്ട്രോബെറി ജാമോ? സ്ട്രോബെറിയോ? ഇത് അന്നത്തെ നിങ്ങക്ക് കൊണ്ടുപോകാനുള്ള. അടിപൊളി അടിപൊളി. ഈ എന്നാ മഞ്ഞല്ലേ, ഒന്നും കാണത്തില്ലല്ലോ. ചാച്ച വല്ലതും കാണാവോ? ഒന്നും കാണത്തില്ല കേട്ടോ. പയ്യെ പോലെ ഭയങ്കര മഞ്ഞ്, നല്ല മഞ്ഞ്. ചാച്ചനങ്ങനെ അതിസാഹസികമായി ഓടിച്ചോണ്ടിരിക്കുക കേട്ടോ. റോഡ് പണി നടക്കുന്നോണ്ട് അല്ല കുറച്ച് പയ്യെ പോരേണ്ട വന്നു. പക്ഷെ എന്നാലും ഭാവിയില് നല്ല വീതിയാവും കേട്ടോ റോഡല്ലേ. നന്നായിട്ട് പണിതുകൊണ്ടിരിക്കുക. മിനിമൗസ് ഉറക്കം എണീറ്റിട്ട് മിന്നിക്കൊണ്ടിരിക്കുന്നു. ആ ശരിയാണല്ലോ. കാലയിൽ അട്ട അടിച്ചോട്ടോ. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നോ കണ്ടോ. അയ്യോ ഇത് എവിടുന്ന് കടിച്ചടാവേ. അങ്ങനെ നമ്മൾ അടിമാലി എത്തി കേട്ടോ. ഫുഡ് കഴിക്കാൻ കയറിയതാ. എന്തെങ്കിലും കഴിക്കണം. വിശപ്പ് സഹിക്കാൻ മേലാത്തോണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ. എന്തെങ്കിലും കഴിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്നാ പറഞ്ഞ ചാച്ച എന്നെ കഴിക്കാൻ പറഞ്ഞ. അതിന്റെ ഇടയ്ക്ക് ഒരുത്തനെ അട്ട കടിച്ചത് കാലയില്. ഞങ്ങളാരും പറഞ്ഞു നീ അതെ എല്ലാരും കാലൊക്കെ നോക്കിക്കോട്ടോ. ഞാൻ എന്റെ കാലൊക്കെ നോക്കിട്ടോ. പേര് വന്നപ്പോ ആള് ഉണ്ടക്കാണ്ട് കണ്ട്. ശരിക്കും ഒരു കണ്ണ് കിട്ടാം. നല്ലതാണോ ഉണ്ടക്കണ്ണ്? കൊള്ളാം ഉണ്ടക്കണ്ണ്. നല്ലതാണോ? ഉണ്ടക്കണ്ണ് പുറത്ത് മാത്രമേ ഉള്ളൂ. അല്ല ഉണ്ടക്കണ്ണ് തള്ളിയിലോ ഒന്നും മിണ്ടാന്നില്ലല്ലോ. നിന്റെ 65. അങ്ങനെ ഫുഡ് വന്നു കേട്ടോ. ബോവിന്റെ മന്തി. ബോവിന് അബദ്ധം പറ്റി.
ഹാഫ് മന്തി ആയിപ്പോയി. ഡാ ഇത് ഫുൾ നീ കഴിയോ? ഇതുവരെ മന്തി കഴിച്ചിട്ടില്ല. മന്തി എന്നാന്ന് പിടി കിട്ടിയില്ല. മന്തിയിലൂടെ റൈസ് ഉണ്ടോന്ന്. ഏതായാലും ചാച്ചനും പറയാത്തോണ്ട് ഇത് പകുതി ചാച്ചനും കഴിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ്, ഒരു ബീഫ് റോസ്റ്റ്, ചിക്കൻ 65 നിമിഷയ്ക്ക് ബിരിയാണി, പിന്നെ ഞാനൊരു ബിരിയാണിയും പറഞ്ഞു. അതേ പോണ വഴിക്ക് ഒരു ഫ്രൂട്ട്സ് കട നിർത്തിയിട്ട് നമ്മുടെ തൊടുപുഴ എത്താറായി. അപ്പോൾ അവിടെ വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ റംബുട്ടാനും പിന്നെ എന്നാ മേടിക്കുന്നത്? ഫിലോസാനോ? ആ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഫിലോസാൻ. ആണോ? ഫിലോസാൻ. ഫിലോസാൻ ഏതാ ഫിലോസാൻ? ഇതാണോ? ആ ഇതെന്നെ സാധനം? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഒന്ന് പൊളിച്ചടാ, കൈയോടെ പൊളിക്കാം. ഞാൻ ആദ്യമായിട്ട് കാണാം ഫിലോസാൻ. കട്ടി തൊട്ട കേട്ടോ. ഇത് മുള്ളമ്പഴം പോലെ തന്നെ, റംബുട്ടാൻ പോലെ തന്നെയാ. നീ കഴിച്ചു നോക്കി, കഴിച്ചു നോക്കി. കൊള്ളാട്ടോ. മധുരം ഉണ്ടോ? വലിയ മധുരമില്ല, എന്നാലും സുഖ. ഞങ്ങളൊക്കെ വായിന്ന് വെള്ളം നിറച്ച് നിൽക്കുക. എന്നാ ഇനി പൊളിച്ച് ഞങ്ങൾക്ക് അതെ ബോവിന് അടുത്ത പൊളിക്കുക. ഇത് നല്ല പഴുത്തെന്ന് തോന്നല്ലോടാ. നല്ല വരും. അങ്ങനെ നമ്മള് തൊടുപുഴ എത്തിട്ടോ. വെങ്ങല്ലൂർ സിഗ്നലിൽ നിൽക്കുവാണ്. ആദ്യം എങ്ങോട്ടാണ് പോകണ്ടേ? മിറേനൊന്ന് കാണിക്കണ്ടേ നമുക്ക്? അത് നോക്കാം. നമുക്ക് വേറെ തുണിക്കടയിൽ പോണോടാ, ഡ്രസ്സ് എടുക്കാൻ പോകണം. നാളെ മധുരം വെപ്പാട്ടെ ഞങ്ങൾക്ക്, നമ്മുടെ കസിൻ്റെ കല്യാണത്തിൻ്റെ. അവ കുറച്ച് ഡ്രസ്സുകൾ നോക്കാൻ പോകണം. പിന്നെ മിറേനെ ഒന്നോടെ ഒന്ന് ഡോക്ടറെ കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ? ഡോക്ടറെ കാണിക്കണം. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഏതായാലും ടൗൺ എത്തി നമ്മൾ. തൊടുപുഴയിലെ വെള്ളം കണ്ടോ അമ്മേ? നാട്ടിലെ വെള്ളം കണ്ടോ? നമ്മുടെ കട നമ്മുടെ കട ഇച്ചിരി അപ്പുറത്താടാ, ആനക്കൂട്. ബോവിനൊക്കെ നീന്തൽ പഠിച്ച കടവാണ് കേട്ടോ. അതെ, ഓപ്പോസിറ്റ് കടവ്. അതെ, നമ്മള് നീന്തൽ പഠിച്ച ആനക്കൂട് കടവ്. ബോവും വണ്ടി ഈ 6 നീന്തി കടക്കുമായിരുന്നു കേട്ടോ. ബോവി ഞാൻ കടക്കൂല, ഞാൻ പകുതി വരെ പോയിട്ട് തിരിച്ചു വരും. എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു ഈ 6. പക്ഷെ ഇവൻ അന്ന് നീന്തി അവിടെ പോയി കയറും. അതെ അതെ അതെ, ഇച്ചിരി സ്ഥലമൊക്കെ മാറി പോകുന്നുള്ളൂ അല്ലേ? സ്ട്രെയിറ്റ് നീന്താൻ പറ്റത്തില്ല. ചെരിഞ്ഞ നീന്താൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. ഇവിടെ നിറയെ ചീട്ടെടുത്തിട്ടുണ്ട്. അമ്മ നിങ്ങളെ ഫ്രണ്ടിൽ ഇറക്കി വിട്ടാ പോരെ? നിങ്ങൾ നേരെ അവിടെ പോക്കോട്ടോ. മോളെ ഡോക്ടറോട് എല്ലാം പറയണം കേട്ടോ. റീവിനെ കാണിക്കാൻ പോവാ. ശരിയാ, മിറ റീവിനെ ഞാൻ നോത്തോട്ടോ. എന്നാ പറഞ്ഞമ്മേ? എന്നെ